എന്തായാലും ഇവന്റെ മുന്നിൽ ജയിക്കാനുള്ള ഒരു അവസരം എനിക്ക് തന്ന സാമൂഹിക ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് കൊടുക്കണം. എന്തായാലും കൊള്ളാം. എക്സ്പെക്ടേഷൻ ചെയ്തതിനേക്കാളും എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ. കൊള്ളാം, ഹാൻസം ആണ്. നിനക്ക് പോകാം. ഞാൻ എന്റെ കാറിൽ വന്നേക്കാം. സോറി മിസ്റ്റർ റിയ, ആ വീഡിയോയുടെ കാര്യം മറക്കണ്ട. എന്റെ കൂടെ വന്നേ പറ്റൂ. ആരെ കാണിക്കാനാണോ അവന്റെ അമ്മൂമ്മയുടെ പട്ടി. എന്തേലാവട്ടെ. What happened to me? എന്നിനെന്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും? No. She's my only babe. No. എന്തായാലും ലീ, വെയിറ്റ് എ സെക്കൻഡ്. തന്റെ ടൈ ശരിയായിട്ടില്ല, അത് ഞാൻ ശരിയാക്കി തരാം. ഇങ്ങോട്ട് പെർഫെക്റ്റ്. എന്താ നോക്കുന്നത്? Mr. Leon, good morning. എന്റെ ദൈവമേ, ഈ ലിയോൺ ഇതിപ്പോ തന്നെ കൊളാക്കണ ആവശ്യമുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ? Shall we start? Yeah, then. മിസ്റ്റർ ലിയോൺ, താങ്കൾ ഒരു പ്ലേ ബോയ് ആണെന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. തന്റെ ഭാവി ജീവിതത്തെ പറ്റി യാതൊരു വിചാരവും ഇല്ലാതെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുന്ന വ്യക്തി. അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തിന്റെ പുറത്താണ് ഞങ്ങളുടെ ഹാൻഡ് ഗ്രൂപ്പ്സിന്റെ ഷെയർ തരാം? ഞാനൊരു പ്ലേ ബോയ് ആണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് മിസ്റ്റർ പാർക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ദാറ്റ്സ് റൈറ്റ്. അതിന്റെ പുറത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി ഷെയർ ഗ്രൂപ്പ്സിന് നൽകണം. സോ ഇനി ഞാനൊരു പ്ലേ ബോയ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡീലിന് സമ്മതം വേണമെങ്കിൽ ഓക്കെ ഫൈൻ, ഞാൻ മടങ്ങിക്കോളാം. Leon! Leon, please stay here. Mr. Leon, ആരാണ് തന്റെ വിചാരം? താൻ അവരോട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത് അവിടെ ഇറങ്ങിപ്പോവാൻ ഇന്ന് ഈ മീറ്റിംഗിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ തനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിന്റെ ഈ ബിഹേവിയർ കാരണം എത്ര കോടികളുടെ ലോസ് ആണ് ഇന്ന് ഉണ്ടാകാൻ പോകുന്നതെന്ന് വലിയ ചിന്തയുണ്ടോ തനിക്ക്? ഒരു കാര്യം ഓർത്തു വെച്ച മിസ്റ്റർ ലിയോൺ, ഇതിന് നീ ഒരുപാട് അനുഭവിക്കും. നിന്റെ ആ വീഡിയോ ഞാൻ വൈബോയിൽ പോസ്റ്റ് ചെയ്ത് തന്റെ ഇമേജ് ഫുൾ ഞാൻ ഡാമേജ് ആക്കും. അങ്ങനെ ചെയ്യണ്ടെങ്കിൽ മര്യാദക്ക് ചെയ്യുന്ന അവരോട് സോറി പറഞ്ഞ് ആ ഷെയർ ഒപ്പിട്ട് വാങ്ങിക്കും. ഇതിലേക്കാണ് പറയുന്നത്. മര്യാദക്ക് പറയുന്നത് അനുസരിച്ചാൽ അതായിരിക്കും തനിക്ക് നല്ലത്. ഞാൻ ആരോട് സോറി പറയുമെന്ന് താൻ കരുതണ്ട. പിന്നെ വൈബോയിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് എന്റെ ഇമേജ് ഡാമേജ് ആക്കുമെന്നല്ലേ പറഞ്ഞത്? ദെൻ ഡു ഇറ്റ്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. നിങ്ങളെ ഡയറക്ടർ വിളിക്കുന്നുണ്ട്. മിസ്റ്റർ, എന്നെ മിസ് നോക്കി നിൽക്കാതെ അങ്ങോട്ടേക്ക് ചെല്ലും. അവർ വിളിക്കുന്നത് നിന്നെയാണ്, എന്നെയല്ല. Then sit down, Mr. Leon, and take this. ഹാൻഡ് ഗ്രൂപ്പ്സിന്റെ 50% ഷെയർ അതിനി കോൺ ഗ്രൂപ്പ്സിനുള്ളതാണ്. സോ അതിനുള്ള എഗ്രിമെന്റ് ആണ്. ഈ ഡീലിന് സമ്മതമാണെങ്കിൽ കോൺ ഗ്രൂപ്പ്സ് ഷെയർമാനിൽ നിന്നും ഒരു സൈൻ, ഒരു എഗ്രിമെന്റും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബാക്കിയൊക്കെ ഡീല് കഴിഞ്ഞു. ഹാൻഡ് ഗ്രൂപ്പ്സിന്റെ ഷെയർ ഇനി നമ്മുടെ കമ്പനിക്ക്. ഇത് എങ്ങനെയാണ് സെലിബ്രേറ്റ്? ആ പ്ലേ ബോയ് ഇതിന് മാത്രം എന്ത് പറഞ്ഞിട്ടാ അവർ ഈ ഷെയർസ് മൊത്തം ഞങ്ങളെ കമ്പനിക്ക് വന്നത്? പക്ഷെ അവരോടുള്ള അവന്റെ ബിഹേവിയർ ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഇനി ഒരിക്കലും ഇത് കിട്ടുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതെന്താ അങ്ങനെ? അവരോടുള്ള തന്റെ ബിഹേവിയർ കണ്ടപ്പോ സത്യം പറഞ്ഞ ഈ ഡീൽ നടക്കില്ല എന്നാ ഞാൻ കരുതിയത്.
എന്നാ ഹാൻഡ് ഗ്രൂപ്പ്സിന്റെ ഷെയർ ഇത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് കിട്ടിയ അതെങ്ങനെ? ഐ കാൻ ബിലീവ്. ഡയറക്ടർ ഹാനിപ്പോ കഷ്ടകാലാണ്. അയാളുടെ കമ്പനി ഷെയർ വിൽക്കാതല്ലാതെ വേറൊരു മാർഗം അയാൾക്കില്ല. ഇനി അയാൾക്കൊരു നിലനിൽപ്പില്ല. അയാൾ ചോദിച്ചതിന്റെ 2 ഇരട്ടി പണം കൊടുത്തിട്ടാണ് കോം ഗ്രൂപ്പ്സ് ഇൻട്രസ്റ്റ് കാണിച്ചത്. അതുകൊണ്ടാണ് അയാൾ കമ്പനി ഷെയർ തരാൻ തന്നെ തീരുമാനിച്ചത്. അല്ലാതെ ഇന്നത്തെ എന്റെ ബിഹേവിയർ അനുസരിച്ച് നോ, അവര് ഞാൻ എന്ത് ചെയ്താലും അത് കണ്ടില്ല എന്ന് അടിക്കുകയേ ചെയ്യൂ. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, കാരണം അവർക്ക് വേണ്ടത് പണമാണ്. ആരുടെ കയ്യിൽ നിന്നും പണം കിട്ടിയാൽ അത് ആർക്കാണ്? ഷെയർ ആയാലും എത്ര വലിയ കാര്യമായാലും പണമുണ്ടോ അവിടെ പ്രസക്തിയുണ്ടാവും. പിന്നെ എന്നെ നേരെ ഉയർത്തിയ അവന്റെ ആ ചോദ്യം, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾക്ക് അറിയാതിരിക്കാൻ വേണ്ടി ഒന്ന് ചുമ്മാ ടീസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഞാൻ ആ ഗൗരവത്തിലൂടെ എടുത്തതുള്ളൂ. ഇപ്പൊ എന്തായാലും നിനക്ക് തൃപ്തിയായി കാണുമല്ലോ. ഈ പേപ്പേഴ്സിന് വേണ്ടിയല്ലേ എന്നെ കൊണ്ട് ഈ വേഷമൊക്കെ കിട്ടിയത്. Then are you happy? ലക്കി, ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ മുകളിലാണെന്ന് അവൾ ഇപ്പോഴത്തെ ഈ ബിഹേവിയർ കൊണ്ട് എനിക്ക് മനസ്സിലായി. She's really innocent. എന്റെ ആ വീഡിയോ വെച്ച് ഇനി അവൾക്ക് എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ബട്ട് എന്നാലും അതിനൊന്നും മുതിരാതെ ഹാൻഡ് ഗ്രൂപ്പ്സിന് ഷെയർ കിട്ടിയപ്പോ തന്നെ അവൾ ആ ഫോൺ എനിക്ക് തന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പോ ഞാൻ കൂടുതൽ ഇംപ്രസ്ഡ് ആയെന്ന് അറിഞ്ഞോ. ബട്ട് അവൾ അറിഞ്ഞോ എന്തോ ഒരു അറ്റാച്ച്മെന്റ് എന്തേലാവട്ടെ. ലക്കി എന്ത് പറ്റി? അല്ല, നീ എന്താ ഇവിടെ? നീ എന്താണ് ഇവിടെ? നീ ഇവിടെ വന്നത് എന്തായാലും നന്നായി. അത് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോഴാണ് നീ ഇവിടെ നിൽക്കുന്നത് കണ്ടത്. എന്ത് പറ്റി? ലിയോൺ വീണ്ടും നിന്നെ ഇട്ടിട്ട് പോയോ? ഓ അതോ, എന്റെ പൊന്നോ, അത് വിട്, നമുക്ക് പോകാം. ഓ, തനിക്കെന്താടോ കണ്ണു കാണില്ലേ? ലീ, താൻ എന്തേ കാണിക്കുന്നേ? ലീ, എന്നെ വിട്ടേ. ലക്കി, തന്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല. സോ വന്ന് കാറി കയറി. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല. സോ ഈവനിങ് കാണാം. ബൈ. ശരിക്കും തന്റെ കുഴപ്പം എന്താ? നേരത്തെ എന്നെ കൂട്ടാതെ ഇവിടെ ഇട്ടിട്ട് പോയി. ഇപ്പൊ ബുഹ വന്നപ്പോ വീണ്ടും എന്തിനാ തിരിച്ചു വന്നത്? താൻ എന്റെ അസിസ്റ്റന്റ് ആണ്. തന്റെ ഡ്യൂട്ടി കഴിയുന്നത് വരെ ആ പൊസിഷനിൽ തന്നെയാണ്. നേരത്തെ ഞാൻ അങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്ത അവിടുന്ന് പോയെന്നുള്ളൂ. അപ്പോഴേക്കും വേറെ ഒരുത്തം വന്ന് അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുമെന്ന് ഞാൻ കരുതിയോ. അതുകൊണ്ട് തിരിച്ചു വന്നു. എന്നെ ആരെങ്കിലും കൊണ്ടുപോകാൻ നോക്കിയാ തനിക്കെന്താണ് ഇത്ര ദ്രോക്ഷം? തന്നെ ആരെങ്കിലും കൊണ്ടുപോകാൻ നോക്കിയാലും താൻ ആരോട് സംസാരിച്ചാലും എനിക്കൊരു പ്രോബ്ലവും ഇല്ല. ഇനി എന്തിനാ പോകാൻ നിന്ന ആള് തിരിച്ചു വന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് പോകണേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യു ആർ മൈ അസിസ്റ്റന്റ്. ദെൻ ഇന്നത്തെ ഡ്യൂട്ടി കഴിയുന്നത് വരെ മറ്റു ചുറ്റിക്കറങ്ങലൊന്നും ഞാൻ അനുവദിക്കില്ല. നിനക്കായിക്കോൾ. യുഎസിൽ നിന്നും MD വിളിക്കുന്നത്. ഓ, MD യോ? ഓക്കെ ഓക്കെ, കോൾ തന്നെ സംസാരിക്കാം. മിസ്റ്റർ ലിയോൺ, എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? Why should I tell you? ഓ, എങ്കിൽ ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. വാ പോകാം. എവിടേക്ക്? ഓ, സാർ മറന്നോ? ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് ആണ് മിസ്റ്റർ ലിയോൺ. എന്റെ ഡ്യൂട്ടി കഴിയുന്നത് വരെ നിങ്ങൾ എവിടെ പോയാലും ഞാനും നിങ്ങളുടെ കൂടെ വരും. ഞാൻ പറഞ്ഞപ്പോ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസം കണ്ട് അവനോട് ഇറങ്ങിപ്പോയപ്പോ യുഹാനെ നോക്കി ഞാനൊന്ന് ചിരി പാസാക്കി അവനെയും കൂട്ടി ഓഫീസിൽ നിന്ന് വിട്ടിറങ്ങി.
എന്നിട്ട് ലുഹാന്റെ കാറിലായിരുന്നു ഞങ്ങൾ പോയത്, അതും കൺവെൻഷൻ സെന്ററിലേക്ക്. ലുഹാൻ വണ്ടി വിട്ടു. മുന്നിലായിരുന്നു ഞാനും ലുഹാൻ ഇരുന്നത്. അതുകൊണ്ട് തന്നെ ലുഹാനും ഞാനും ഓരോന്ന് പറഞ്ഞ് ശരിയായിരുന്നു. അവന്റെ ഓരോ അനുഭവങ്ങളും എന്റെ ഓരോ കോമഡികളും ഒക്കെ പറഞ്ഞ് നല്ലൊരു എൻജോയ്. അതിന്റെ ഇടയിൽ ഇതൊന്നും പിടിക്കാതെ മിസ്റ്റർ ലിയോൺ ബാക്കിലിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കിടയിലേക്ക് ഇടക്കിടക്ക് ചുമയും ലുഹാനോട് വണ്ടി വേഗം ഓടിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റർബ് ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവന്റെ കാര്യം പിന്നെ എത്ര ആലോചിച്ചിട്ടും കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യാനേ പോയിട്ടില്ല. കൺവെൻഷൻ സെന്ററിൽ ലിയോണ് ഏതോ ഒരാളെ കാണാനാണ് അവന്റെ കാർ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ചെന്ന് നോക്കിയപ്പോ എല്ലാം മനസ്സിലായത് ആരെ കാണാനാണെന്ന്. വേറെ ആരാ രാവിലെ കണ്ട പുള്ളിക്കാരി മഹദി മിന്മി. അവരെ രണ്ടുപേരും കണ്ടപ്പോ തന്നെ ഹായ് ഒക്കെ കാണിച്ച് കൈയൊക്കെ കൊടുത്ത് ഓരോന്ന് സംസാരിച്ച് ചിരിക്കലും ഒപ്പം രാവിലെ സംഭവിച്ചതിന് സോറി പറയലൊക്കെ ജഗപുക. ലുഹാൻ എന്നെപ്പോലെ ഇതിലൊന്ന് ഈ ഡ്രാമയിലൊന്ന് പങ്കെടുക്കാൻ യാതൊരു താല്പര്യമില്ലാണ്ട് വിളിച്ചോണ്ടിരുന്നുവെന്ന് ഞാനും ലുഹാനെ കൂട്ടി അങ്ങോട്ടേക്ക് മാറി നിന്നു. ഓ, അപ്പൊ തമ്പൻ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിറങ്ങിയതാണല്ലേ. കോഴിക്ക് പരിണാമം സംഭവിച്ച സാധനം എങ്ങനെ സാധിക്കുന്നു എന്ന്. ലക്കി, താൻ എന്തെങ്കിലും പറഞ്ഞോ? മനസ്സിലായില്ല. ഓ, അത് ചൂടെടുക്കുന്നു. പിന്നെ ലിയോൺ അവളോട് സംസാരിക്കാൻ പറ്റത്തെ, നമുക്ക് അങ്ങോട്ടേക്ക് മാറി നിൽക്കാം. ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ചൊന്നും കാര്യമില്ലല്ലോ. ഈ ലിയോണിന് ഇതെന്തിന്റെ കേടാ ലുഹാൻ? ഇവനിതിപ്പോ എത്രാമത്തെ പെണ്ണിന്റെ പിറകെ നടക്കുന്നത്? അല്ല, ഇവന് ഏതേലും പെണ്ണ് ശരിക്കും ഗേൾഫ്രണ്ട് ആയിട്ടുണ്ടോ? അല്ല, ഒരു അബദ്ധവശാൽ ഒരു കുട്ടി ഇവനോട് മിണ്ടിയ ആ പെണ്ണ് വരെ ഇവന്റെ ഗേൾഫ്രണ്ട് ആവും. സത്യത്തിൽ ഇവന്റെ ശരിക്കും പ്ലേ ബോയ് ആണോ? തന്റെ ഈ ചോദ്യത്തിന് എന്തുത്തരമാണ് ഞാൻ തരേണ്ടതെന്ന് എനിക്കറിയില്ല. അറിയുന്നു, അവനെ കുറിച്ചുള്ള ഗോസിപ്പൊന്നും എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഇവന് ഇതുപോലെ ഞാൻ കയറി ഊരി വിടുന്നത് അവന്റെ മനസ്സിനിണങ്ങിയ അവന്റെ ലൈഫ് പാർട്ട്ണറെ കണ്ടെത്താൻ വേണ്ടിയാണ്. അവന്റെ ലൈഫ് പാർട്ട്ണർ അതെങ്ങനെയായിരിക്കണമെന്ന് അവനൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആദ്യ കാഴ്ചയിൽ തന്നെ പലരും കാണുമ്പോൾ അവന് അവന്റെ ലൈഫ് പാർട്ട്ണറായി തോന്നുമെങ്കിലും അവനോട് അടുത്തു കഴിയുമ്പോൾ അവന്റെ ചിന്താഗതി തെറ്റുമെന്ന് അവനക്ക് മനസ്സിലാകും. അങ്ങനെ ഉണ്ടാകുന്നതാ ഈ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ. അല്ലാതെ എന്താ ഇവൻ ഒരു പെണ്ണിനെ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് സത്യം പറഞ്ഞ എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ അവൻ ആഗ്രഹിച്ച പോലുള്ള ഒരു കുട്ടി അത് അവന്റെ കൺമുന്നിൽ എത്തിപ്പെടും, അതെനിക്ക് ഉറപ്പുണ്ട്. ഓ, അങ്ങനെ. എന്റെ ദൈവമേ, എങ്ങാനും ഇവനെ ഏതൊരു പെണ്ണിനെ തലയിലാക്കി കൊടുക്കണേ. എത്രയും പെട്ടെന്ന് ഈ കുരിശ് ഒന്ന് സെറ്റായ സമാധാനത്തോടെ നടക്കുകയാണ്. ഇവൻ ഇവിടെ ഇതിനു മാത്രം എന്തേ സംസാരിക്കണം? അവിടെ ഇല്ലെങ്കിലും ഏത് ബോയ്സിനെ കണ്ടല്ലേ ഇതാണല്ലോ സംഭവം. അല്ല, എനിക്കെന്തിനാ? എന്താ വെച്ചപ്പെട്ടെ? ഞാൻ ശരിക്കും അവനെ മിസ് ചെയ്യുന്നുണ്ട് ലുഹാൻ. ഈ കാത്തിരിപ്പ് എന്ന് പറയുമ്പോ അതൊരു വല്ലാത്ത ഹേർട്ടിങ് ആണ്. അതെങ്ങനെ പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. ലുഹാൻ, പോകാം. അല്ല, നീ ഇത്ര പെട്ടെന്ന് അവിടെ ഒഴിവാക്കിയോ? സോ ഫാസ്റ്റ്. ഒഴിവാക്കാനോ? നോ വേ. ഞങ്ങൾ ഇപ്പോഴല്ലേ പരിചയപ്പെട്ടുള്ളൂ. ഇനിയും ഒന്നും കൂടി പരസ്പരം മനസ്സിലാക്കണം. ദെൻ എന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യണം. അതിനൊക്കെ ഇനി എന്തോരം സമയം കിടക്കുന്നു. നീ വാ, നമുക്ക് പോകാം. ഓ, അങ്ങനെ ആയിക്കോട്ടെ, നടക്കട്ടെ. എന്തായാലും ഇതെങ്കിലും ഒന്ന് ഉറച്ചു നിക്കണേ. അച്ഛന് കുഴപ്പമൊന്നുമില്ല. സ്റ്റിച്ചിന്റെ പെയിൻ ഉണ്ട്. ഇപ്പൊ ആള് കുറച്ചും കൂടി ഉഷാറായിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെ ബാക്കി തുകയും കൂടി അടച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കാൻ പറ്റും. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ നീ കാശിനെ പറ്റി ആലോചിച്ച് വെറീഡ് ആകിയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതല്ലേ, ബാക്കി കാശിന്റെ കാര്യം ഞാൻ ഏറ്റു. ഡോണ്ട് വെറി. ഇത്രയും വലിയ തുക നിനക്ക് എവിടുന്ന വൈവായി? ഇനി വല്ല ബാങ്കും കൊള്ളയടിക്കാൻ പ്ലാൻ ഉണ്ടോ? ഓ, അത് ചെറിയ കള്ളത്തിലൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാ. തന്നെയാണെന്ന് കൂട്ടിക്കോ. അല്ല, പക്ഷേ എന്തായാലും അതിന്റെ പേരിൽ പോലീസും കേസും വഴക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനൊക്കെ ഞാൻ കയറേണ്ടി. പിന്നെ അച്ഛനോട് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞേ. ലക്കി, കൊറേ സമയം ഞാൻ നിന്നെ നോക്കുന്നു. നീ എന്റെ ലാപ്ടോപ്പിൽ ഇതിന് മാത്രം എന്താ അന്വേഷിക്കുന്നുണ്ട്? മതി, ഞാൻ നോക്കട്ടെ. നീ ഇത്രയും നേരം നോക്കിയത് ലിയോണിന്റെ ഗേൾഫ്രണ്ട് ലിസ്റ്റോ?
ലക്കി നിനക്ക് എന്താ പറ്റിയത്? നീ ഇതിനൊന്നും സാധാരണ നോക്കാൻ പോയിട്ട് അതിന്റെ വൈക്ക് പോലും അന്വേഷിക്കാത്ത ആളാ. സത്യം പറയടി. വൈ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തോ അവന്റെ ഗേൾഫ്രണ്ട്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി തോന്നി. അപ്പൊ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ നോ 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 വേ. ഇതുപോലെ സെർച്ച് ചെയ്ത് നോക്കിയവരാണ് മോളെ പിന്നീട് അവനെ ഒരിക്കലെങ്കിലും ബോയ് ഫ്രണ്ട് ആയി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്നെ പോലെ. എന്നാലും എനിക്ക് ഇതുവരെ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ലിയോൺ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ചളുപ്പോടിയും വെറുപ്പോടിയും നോക്കുന്ന നീ ഇന്ന് ഇവളിതിപ്പോ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നു. എന്താ ലക്കി, ഒരാഴ്ച പോലും തികച്ച് അവന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാത്ത നീ അതിനുള്ളിൽ അവനോട് വലിയ ഇൻട്രസ്റ്റും ലവ്, കാതൽ, പ്യാർ, ഇഷ്ക്, മുഹബത്ത് പലതും. ഞാൻ അങ്ങനെയൊക്കെ ഇഷ്ടമല്ല. ഇത് വെറുതെ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്തു. അവൻ എങ്ങനെയുള്ള പെണ്ണിനെ ഗേൾഫ്രണ്ട് ആക്കാൻ ആഗ്രഹിക്കുന്നെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ മോളെ ലക്കി, ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നീതാ. സത്യം പറ, വല്ല ഡിങ്കോ എന്തെങ്കിലും തോന്നിയോ? സ്പാർക്ക് ആണെങ്കിലോ ഒരു കൗതുകത്തിന്റെ പുറകിൽ അങ്ങനെ സെർച്ച് ചെയ്ത, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒരു തേങ്ങ എനിക്ക് അവനോടില്ല. ആ ലക്കി, പോവല്ലേ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അല്ല, എന്നിട്ട് നിന്റെ സെർച്ചിങ് റിസൾട്ട് എന്നായി? വല്ല തുമ്പും കിട്ടിയോ? ലക്കി, അവനെ കുറിച്ച് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ. അവന്റെ ഹിസ്റ്ററി മൊത്തം അരിച്ച് കലക്കി കുടിച്ചവളാ. ഇല്ല, എനിക്കിപ്പോ അവന്റെ കാര്യത്തിൽ ഒരേ ഒരു ഡൗട്ടേ ഉള്ളൂ. അതിനുള്ള ഉത്തരമാണ് എനിക്ക് കിട്ടേണ്ടത്, അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ ചെത്തിച്ച്. എന്താ ഡൗട്ട്? അല്ല, നീ വളച്ചു കെട്ടില്ലാതെ കാര്യത്തിലേക്ക് വാ. എന്താണിപ്പോ നിനക്ക് അറിയണ്ടേ? അവന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ട് ആരാണ്? അവളെ കുറിച്ച് ഒരു ഡാറ്റ ഒന്നും, ഒരു ഫോട്ടോ പോയിട്ട് ഒന്നുമില്ല. എന്തിനു പറയുന്നു, അവളുടെ പേര് പോലും എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഹുയിഷ്, എനിക്ക് അവളെ പറ്റിയാണ് അറിയേണ്ടത്. നീ പറഞ്ഞത് ശരിയാണല്ലേ, അവളെ കുറിച്ച് എവിടെയും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എന്തിന് ആ പേര് പോലും? കാരണം അന്നൊന്നും ഇവൻ ഈ അറിയപ്പെടുന്നത് പോലെ പ്ലേ ബോയ് ആയിട്ടല്ല അറിയപ്പെടുന്നത്. അതുപോലെ അവൻ ആർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസും ആയിരുന്നില്ല. അവന്റെ ഫസ്റ്റ് ലവ് അത് അവന്റെ കോളേജിൽ പഠിക്കുന്ന കാലത്താണെന്ന് അറിയാം. അവന്റെ കൂടെ ഏറ്റവും കൂടുതൽ നാളുകൾ സമയം സ്പെൻഡ് ചെയ്തതും അത് അവൾ മാത്രമാണ്. 2 years of love. 2 years of love. എന്നിട്ട് അവരുടെ ലവ് സ്റ്റോറി എന്തായി? എന്തിനാ അവർ ബ്രേക്ക് ചെയ്തത്? അവളെ വീട്ടിലെയും വല്ല വഴിയുണ്ടോ? അവളുടെ പേരോ അങ്ങനെ വലുതും? എന്തൊക്കെ കാര്യങ്ങളാണ് ലക്കി നിനക്ക് അറിയേണ്ടത്? അവൾ ആരാണെന്നോ എന്താണെന്നോ എന്ന് എനിക്കറിയില്ല. പിന്നെ എങ്ങനെ അവളെ മീറ്റ് ചെയ്യാൻ പറ്റും? അല്ല, നീ ഇപ്പൊ എന്തിനാ ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുന്നത്? ലക്കി വേണ്ട, അവനെ കുറിച്ച് അറിയാൻ ശ്രമിച്ച ഗോസിപ്പ് കോളങ്ങളിൽ നിറയാനുള്ള ഇടവരുത്തേണ്ട. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവള് പറഞ്ഞത് ശരിയുണ്ട്. വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു അങ്ങനത്തെ വേണ്ട ലക്കി. ഇതിവിടെ വിട്ടേക്ക് കേട്ടോ. ആ ലീ, നിനക്കെന്തിനിപ്പോ അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ? ലക്കി നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ്. സോ അവളെ കുറിച്ചും അവളുടെ ചുറ്റുമുള്ളവരെ കുറിച്ചും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? നമ്മുടെ കമ്പനിയിൽ ആയിരക്കണക്കിന് വർക്കേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. അവരിലൊന്നും കാണിക്കാത്ത സ്പെഷ്യൽ കൺസേൺ അവളെ കാര്യത്തിൽ എന്തിനാണ്? ബിക്കോസ് ഷീസ് മൈ അസിസ്റ്റന്റ്. മറ്റുള്ള എംപ്ലോയീസിനെ പോലെയല്ല എനിക്ക് അവൾ. എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. അപ്പോ പിന്നെ അവളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞിരിക്കേണ്ടേ? അതെ അതെ, അതങ്ങനെയൊക്കെയാണല്ലോ അല്ലെ. ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ എടുത്തു വെക്കാം. ഞാനവളെ കുറിച്ച് ഓർത്തിട്ട് വല്ലാണ്ട് ബോധമിടാവുന്നുണ്ട്. എനിക്ക് എന്റെ പീക്ക് എന്തിനാ ഞാനിങ്ങനെ കൺസോൾ കൊടുക്കുന്നത്? അവളും എനിക്ക് മറ്റുള്ള എംപ്ലോയി പോലെ തന്നെയല്ലേ? Totally worried. What happened to you? Lucky. ലുഹാൻ, ഞാൻ ചോദിച്ച കാര്യം എന്തായി? അവന്റെ ഡീറ്റെയിൽസ് വല്ലതും കിട്ടിയോ? രാവിലെ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കണ്ടെത്തി വരാൻ അവനാരെന്റെ കുഞ്ഞമ്മയുടെ നായറും.
നീ ഒന്ന് പോയ, എനിക്ക് വേറെ പണിയിട്ട് ഓനോണ്ടോ റെക്കമെൻഡ്. അതിനെന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ ചെയ്തിട്ടില്ലെങ്കിൽ അത് അങ്ങ് പറഞ്ഞാ മതി. അതിനൊരുമാതിരി നീലേ അവന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ കാണിക്കുന്ന ശുഷ്കാന്തി കമ്പനിയുടെ കാര്യത്തിൽ കാണിച്ച ഒരുപാട് നന്നായിരുന്നു. പിന്നെ നീ ചോദിച്ചു വേണ്ടി മറുപടി, അവന്റെ പേര് ബൊഹ, ഒരു ജേർണൽ എഡിറ്റർ ആൻഡ് ക്യാമറ വർക്ക് ചെയ്യുന്നു. ലേക്ക് അവനും 5 years ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണ്. നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ജിയും യുയാങ്ങും അവരുടെ കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്. ഓക്കെ, നീ ഫോണിൽ നോക്കിയാണ് ഇത്രയും നേരം ഇതൊക്കെ പറഞ്ഞത്? നിനക്ക് എവിടുന്നാണ് അവനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽസ്? ഓ സോ സിമ്പിൾ. ഞാനൊക്കെയോട് ചോദിച്ചു, അവൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ അവളോട് എന്ത് പറഞ്ഞിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിഞ്ഞത്? ഏറെന്ത് പറഞ്ഞിട്ടാ? നിനക്ക് ബൊഹയെ കുറിച്ച് അറിയായിട്ട് ഇവിടെ ഇരിക്ക പുറതിയില്ല, വാലിന് തീ പിടിച്ച അവസ്ഥയാണ്. അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു താലേക്ക് എന്ന് ഞാൻ പറഞ്ഞു. അവള് പറഞ്ഞു. നീ എന്തിനാണ് അങ്ങനെ അവളോട് പോയി? നിന്നോട് ആരും അങ്ങനെ പോയി ചോദിക്കാൻ പറഞ്ഞത്? ഇപ്പൊ അവൾ എന്താകും എന്നെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാകുക? ഞാൻ അവളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത് കൊണ്ട് അവൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? അത് തന്നെയാണല്ലോ സത്യവും. നീ അവളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നില്ലേ? അതുകൊണ്ടാണല്ലോ ബൊഹയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞത്. പിന്നെ എല്ലാരും അതിനു വേണ്ടിട്ടായിരിക്കും. കിടന്ന് പീറ് പേർക്കണ്ട ലീ. നിനക്ക് അവളോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവളെ ഒപ്പം നടക്കുന്ന ആളെ കുറിച്ച് അറിഞ്ഞിട്ടല്ല കാര്യം. അവള് വർഷങ്ങളായി കാണാൻ ആഗ്രഹിക്കുന്ന, അവളെ കൂടുതൽ അന്വേഷിക്കുന്ന ആ ആളെ അല്ല, അവളെ ബ്രദറിനെ അവളുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയാൽ മാത്രം മതി. അവൾ നിന്നിൽ ഇംപ്രസ് ആയിക്കോളും. ഞാൻ അവളിൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ലുഹാൻ നീ കരുതി വെച്ചേക്കുന്നത്. നോ വേ, അവൾ എന്റെ ടൈപ്പേ അല്ല. ഞാൻ ഇക്കാര്യം നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്തിനാ അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ അവളുടെ ബ്രദറിനെ കണ്ണിന് മുന്നിൽ കൊണ്ടു നിർത്തണം? അതെല്ലാം അവളുടെ പേഴ്സണൽ കാര്യമാണ്. ദാറ്റ്സ് നോട്ട് മൈ ബിസിനസ്. അതിൽ ഞാൻ ഇടപെടുകയുമില്ല. ഓക്കെ? ഞാൻ തന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ അതിന് മറുപടി തരാം. ഹലോ മാഡം, എന്താലോചിച്ച് നിൽക്കുവാണ്? എന്നോട് ചോദിക്കാന്ന് പറഞ്ഞ കാര്യം ചോദിക്കാണ്ട് അവനെ വായി നോക്കിയിരിക്കണം. അങ്ങനെയല്ല, ഞാനവന് നോക്കിയതാ, വെറുതെ നോക്കിയത്. ഓക്കെ 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 ഇറ്റ്സ് ഓക്കെ. നീ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാ ചോദിക്കേ. ചോദിക്കാം. അത് പിന്നെ ഈ ലിയോന്റെ ഫസ്റ്റ് ഗേൾഫ്രണ്ട് ആരാ? അവളെ കുറിച്ച് ഒരു വിവരവും എവിടെയും ഇല്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? എന്താ കാരണം? അറിയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. വാ, നമുക്ക് പോകാം. അവളെന്തിനാ നിന്റെ പേര് വിളിച്ചാലിരുന്നേ? അവളൊന്നും എനിക്ക് സെറ്റ് ആവില്ലെന്ന് പറഞ്ഞു. അവൾക്ക് സെറ്റിൽമെന്റും കൊടുത്തു. അതിനുള്ള തീർച്ചയാണ്. നീ വാ. നീയും വാ, പോകാം. ഗേൾസിന്റെ ഫീലിംഗ്സിനെ വെച്ച് കളിക്കുന്ന ഇവനൊക്കെ ഒരു മനുഷ്യൻ തന്നെയാണ്. എന്തോ ഇപ്പിന് ഇവനോട് വല്ലാത്തൊരു ദേഷ്യം തോന്നും. എന്തായാലും വേണ്ടലേക്ക്. ഇനി ഇവനെ കുറിച്ച് നീ ഒന്നും അറിയാൻ ശ്രമിക്കേണ്ട. ഇന്ന് ചെയർമാൻ MDയും US-ൽ നിന്നും വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയിലുള്ള ലിയോണിന്റെ ഡ്യൂട്ടി കഴിഞ്ഞതോടെ പിന്നെ അവന് പരിസരത്തേക്ക് വന്നിട്ടേയില്ല. അതുവരെ കണക്ക് നോക്കിയപ്പോൾ ശരിക്കും എനിക്ക് നന്നായിട്ടാ തോന്നിയത്. അവന്റെ ശല്യം സഹിക്കേണ്ടല്ലോ. അങ്ങനെ ചെയർമാനും MD ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നതിന് ശേഷം ഓഫീസ് പഴയതുപോലെ തന്നെയായി. ഇതിനിടയ്ക്ക് ജിയയുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അതിനുള്ള ക്യാഷ് വൈവൈ എവിടെ നിന്നാണ് ഒപ്പിച്ചതെന്ന് നോ ഐഡിയ, നോ റിപ്ലൈയും. സാരില്ല, വൈകാതെ കണ്ടുപിടിക്കാം. ഞാനിപ്പോ ലിയോണിന്റെ അസിസ്റ്റന്റ് അല്ലെങ്കിലും കൂടി ഞാനും ലുഹാനും തമ്മിൽ ഇപ്പോഴും നല്ല കോണ്ടാക്ട് ആയിരുന്നു. ഒരാഴ്ച കഴിയുമ്പോ ലിയോണിന് വീണ്ടും ഗേൾഫ്രണ്ടിന്റെ എണ്ണം കൂടിയെന്ന് അറിഞ്ഞു. ഇവൻ ഇത് തന്നെയാണ് പണിയുള്ളതെന്നുകൊണ്ട് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് മെയിൻ ശ്രദ്ധിച്ചിട്ടേയില്ല. എന്തായാലും അവന്റെ ഗേൾഫ്രണ്ട് ആരാണെന്നൊക്കെ ഞാൻ അറിയാൻ ശ്രമിച്ചിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ബോസും ലിയോണും തമ്മിൽ ഒരിക്കൽ കൂടി കൊമ്പ് കോർക്കുമെന്ന് തോന്നുന്നില്ലേക്ക്. അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. നീ എന്താ അങ്ങനെ പറഞ്ഞു? ലിയോൺ കാരണമല്ലേ ഹാങ് ഗ്രൂപ്പ്സിന്റെ ഷെയർ നമ്മുടെ കമ്പനിക്ക് കിട്ടിയത് പോലും.
അതിന്റെ പേര് സെലിബ്രേഷൻ നാളെ വൈകിട്ട് നടക്കാൻ പോകുന്നതല്ലേ, പിന്നെ എന്തിനാ അവർ തമ്മിൽ ഒരു ഫൈറ്റ്? എനിക്കിപ്പോഴും അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എനിക്ക്. യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ലിയോണി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടുകൊണ്ട് ചെയർമാൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് അവനെ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട്. മിക്കവാറും ഒരു ഫൈറ്റിന് നല്ല ചാൻസ് ഉണ്ട്. അതിന് നമുക്ക് സാക്ഷിയാകാം. എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, എം ഡിയുടെ റൂമിൽ ചെയ്യുന്നപ്പോ ആൾക്ക് വട്ടായി. എന്തായാലും അവിടെ അങ്ങേക്ക് നോക്കിയേ വേണ്ട. നെവർ മൈൻഡ്. Hey, my dear ex, what are you doing? താൻ എന്താണ് എന്നെ വിളിച്ചത്?